ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു റിലേഷൻഷിപ്പ് ആവുന്ന സമയത്ത് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കാറുണ്ട്, എക്സ്പെക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പക്ഷെ പലതും നടക്കാറില്ല കേട്ടോ. അത് വേറൊരു കാര്യമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. അപ്പോൾ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയ രീതിയിലാണ് പലതും അവർ പ്രതീക്ഷിക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഒരു റിലേഷൻഷിപ്പിൽ ആൺകുട്ടികൾ പൊതുവെ എക്സ്പെക്ട് ചെയ്യുന്ന എന്നാൽ ഗേൾസ് ഇഗ്നോർ ചെയ്ത് കളയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് ഗേൾസിന് അറിയില്ല ഇത് ഇവർ ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരത് വലിയ രീതിയിൽ മൈൻഡ് ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷെ ആ കാര്യങ്ങളായിരിക്കും ബോയ്സ് ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പം എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെറിയ ചെറിയ അപ്രിസിയേഷൻസ് ആണ്. അതായത് ചെറിയ കാര്യം ചെയ്താൽ പോലും ചെറുതായിട്ടെങ്കിലും ഒന്ന് അപ്രിസിയേഷൻ നൽകുക. ജസ്റ്റ് ഇപ്പോൾ നീ ചെയ്തത് നന്നായി എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. അപ്പം അങ്ങനെ പറഞ്ഞു കേൾക്കണം എന്നുള്ളത് എല്ലാ ബോയ്സും ആഗ്രഹിക്കുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെയാണ്. അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലുതായിട്ട് കാണുന്ന ആളുകളാണ്. മാത്രമല്ല അപ്രിസിയേഷന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് അവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അഭിനന്ദനം ആഗ്രഹിക്കുന്ന ആളുകളാണ് പൊതുവെ ബോയ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഗേൾസ് അത് ചെയ്യില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മൈൻഡിൽ അത് വരില്ല, അപ്രീസിയേഷൻ നൽകണം എന്നുള്ള കാര്യമൊന്നും വരില്ല. എങ്കിലും ചിലർ ചെയ്യാറുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ ഒന്ന് ഇങ്ങനെ ചെയ്താൽ നല്ലതാണെന്നൊക്കെ അറിയുന്ന ആളുകളൊക്കെ കുറേ പെൺകുട്ടികളൊക്കെ ചെയ്യാറുണ്ട്. വേറെ ചിലരിത് ചെയ്യാറില്ല, അത് ഇഗ്നോർ ചെയ്യും. അത് വേണമെന്ന് വെച്ചിട്ടല്ല, പക്ഷെ അറിയാതെ ആണെങ്കിലും അത് വിട്ട് കളയും, പറയാതെ പോവും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. കാരണം ആൺകുട്ടികൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളായിട്ടൊന്ന് അവരെ വിളിക്കണം എന്നവർ ആഗ്രഹിക്കും. ഇപ്പോൾ അവരാണ് ഇപ്പോഴും വിളിക്കുക, മെസ്സേജ് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു പ്രാവശ്യം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒന്ന് ഒരു മുൻകൈ എടുക്കൽ ഉണ്ടായാൽ അത് അവർക്ക് ഒരുപാട് സന്തോഷം. കാരണം അവർ ആഗ്രഹിക്കാറുണ്ട്. അവരിങ്ങോട്ട് വിളിക്കുമ്പോൾ അവർ വിചാരിക്കാറുണ്ടാവും, ഞാനാണല്ലോ എപ്പോഴും വിളിക്കും, മെസ്സേജ് അയക്കും, ചെയ്യണേ എന്നുള്ളത്. ഇതും എല്ലാവരുടെ കാര്യത്തിലും പറയുന്നില്ല. കാരണം പല റിലേഷൻഷിപ്പിലും ഗേൾസ് അങ്ങോട്ട് വിളിക്കുന്നവരുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീട്ടുകാർക്ക് അറിയില്ല രണ്ടുപേരും പ്രണയിക്കുന്ന കാര്യം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഈ ഒരു പയ്യൻ ചിലപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വിളിക്കാനൊക്കെ പറ്റുന്നുണ്ടാവും. പക്ഷെ ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ പുറത്ത് പോവാം, നൈറ്റ് പുറത്ത് പോയിട്ട് കോൾ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ ഡെയിലി. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടുകാരെ അറിയാനും പാടില്ല. അതുകൊണ്ട് തന്നെ ചിലരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടി അങ്ങോട്ട് വിളിക്കും. വിളിക്കാൻ പറ്റുന്ന സമയമാവുന്ന സമയത്ത്, അതായത് ആരും കേൾക്കില്ല, സംസാരിക്കാമെന്നൊക്കെ തോന്നുന്ന സമയത്ത് അങ്ങോട്ട് വിളിക്കുക ചെയ്യാം. അങ്ങനെ കുറെ റിലേഷൻഷിപ്പുകളുണ്ട്. അങ്ങനെ അല്ലാതെ ഇപ്പൊ കൂടുതൽ റിലേഷൻഷിപ്പുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബോയ്സ് ആണ് ഒരു മുൻകൈ എടുക്കുന്നത് വിളിക്കാനും സംസാരിക്കാനൊക്കെ. പക്ഷെ അത് നിങ്ങൾ ചെയ്യണം എന്നുള്ളത് അവരാഗ്രഹിക്കും. അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം എല്ലാ റിലേഷൻഷിപ്പിലും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ രണ്ടുപേരും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യാണ്ടാവുന്ന സമയത്ത് ഓഫ്കോഴ്സ് അവരുടെ മൈൻഡിൽ ഒരു നെഗറ്റീവ് ഇങ്ങനെ ഫീൽ ചെയ്യും. അയ്യോ എന്താ ഇങ്ങനെ, ഒരു പ്രാവശ്യം ഒന്ന് എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അവൾ, അല്ലെങ്കിൽ എനിക്കൊന്ന് ഇങ്ങോട്ട് മെസ്സേജ് ആദ്യം അയച്ചിരുന്നെങ്കിൽ, ഇങ്ങനെ വിചാരിക്കും. അപ്പൊ ഇതും പെൺകുട്ടികൾ വേണമെന്ന് വെച്ചിട്ടാവില്ല, പക്ഷെ അത് ഇഗ്നോർ ചെയ്യും. എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ വിളിക്കുമല്ലോ, ഒരു സമയമാവുന്ന സമയത്ത് ആൾ വിളിക്കും, പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ, അത് വേറെ കാര്യമാണ്. പെൺകുട്ടികളൊക്കെ ആ കോള് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അയ്യോ എന്താ വിളിക്കാതെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കും. ചിലപ്പോൾ അവർ അങ്ങോട്ട് വിളിക്കില്ല, ഇങ്ങോട്ട് വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങോട്ട് വിളിക്കില്ല. എന്നാൽ അവിടെ ബോയ്സ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർ വിളിക്കും, പക്ഷെ അവർ ആഗ്രഹിക്കും അവൾ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്നുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവിടെ ഇപ്പോൾ കൂടുതൽ നമ്മൾ പെൺകുട്ടികളിൽ കാണുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ, സൈലന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇത് ഒട്ടുമിക്ക റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഉണ്ട്. ഒട്ടുമിക്ക എന്നല്ല, എല്ലാ റിലേഷൻഷിപ്പിലും ഇത് കാണാൻ പറ്റും. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്കും പെൺകുട്ടികൾ ഇങ്ങനെ മിണ്ടാതെ സൈലന്റ് ആയിരിക്കുക എന്നുള്ളത് ഇത് ആൺകുട്ടികൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അവർ വിചാരിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞുകൂടെ, ഇതെന്തിനാ ഇങ്ങനെ സൈലന്റ് ആയിരിക്കണത്, അയ്യോ ഇത് ഭയങ്കര ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാന്നൊക്കെ അവർ വിചാരിക്കും. സത്യമാണത്. ഇത് നമ്മൾ തെറ്റിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യില്ല ഇത് എത്ര ബോറാണ് എന്നുള്ളത്. കാരണം നമ്മളാണല്ലോ തെറ്റിയിരിക്കുന്നത്, അപ്പൊ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇത് അനുഭവിക്കുന്ന ആളുകൾ അവരാണ്. അപ്പൊ അവർക്ക് ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു മടുപ്പുണ്ടാക്കും, ഭയങ്കരമായിട്ട് ഒരു നെഗറ്റീവ് അവർക്ക്, ഇതെന്താ ഇങ്ങനെ കാണിക്കണേ എന്നുള്ളത് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഇതും എനിക്ക് തോന്നുന്നു ഇത് പെൺകുട്ടികളിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ദേഷ്യം വന്ന് മുഖം ഇങ്ങനെ ചട്ടി പോലെ ആക്കിയിരിക്കുക എന്നുള്ളത് അത് മിക്ക പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതും വേണം, ഇങ്ങനെ തന്നെ ഞാൻ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക്കലി ആ സിറ്റുവേഷനിൽ അങ്ങനെ വന്നു പോകുന്നതാണ്. സത്യം പറഞ്ഞാൽ പാവങ്ങളാണ് പെൺകുട്ടികൾ, പക്ഷെ അതങ്ങനെ അവർക്ക് വരുന്നു എന്ന് മാത്രം. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യം തന്നെ പറയണേ, അങ്ങനെ ഉണ്ടാവും. പക്ഷെ ആൺകുട്ടികൾ അത് ആഗ്രഹിക്കുന്നില്ല, അവരത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ഇങ്ങനെ മുഖം ഇങ്ങനെ
ദേഷ്യം വന്നിട്ട് മിണ്ടാതിരിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കുറയ്ക്കുക. സൈലന്റ് ആയിട്ടിരിക്കേണ്ട. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ മിണ്ടാതിരിക്കണം തോന്നുവാണെങ്കിൽ കുറച്ച് നേരം മിണ്ടാതിരിക്കുക. എന്നിട്ട് എന്താ ഉള്ളിലുള്ളതെന്ന് തുറന്നു പറയുക. തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ള സൊല്യൂഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതും അവർക്ക് വല്ലാണ്ട് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കോംപ്ലിമെന്റ്സ് ആണ്. കോംപ്ലിമെന്റ്സ് എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്ക് നല്ല രീതിയിൽ കോംപ്ലിമെന്റ്സ് കിട്ടാറുണ്ട്. അതിപ്പോൾ അവർ സ്നേഹിക്കുന്ന ആളുടെ നിന്നാണെങ്കിലും പുറമേ നിന്നാണെങ്കിലും കോംപ്ലിമെന്റ്സിന് കുറവൊന്നും ഉണ്ടാവില്ല. ഒരു നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കും, നല്ല ഭംഗിയുണ്ടല്ലോ ഡ്രസ്സ് കാണാനായിട്ട്, എവിടെ നിന്നാ വാങ്ങിച്ചേ, ഈ ഡിസൈനൊക്കെ ആരാ ചെയ്തേ, അല്ലെങ്കിൽ ഈ മാല സൂപ്പറായിട്ടുണ്ടല്ലോ, നിന്റെ ഹെയർ സ്റ്റൈൽ അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ കോംപ്ലിമെന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പെൺകുട്ടികൾക്ക്. ഇങ്ങനെ കോംപ്ലിമെന്റ്സിന് ക്ഷാമം ഉണ്ടാവില്ല. പക്ഷേ ആൺകുട്ടികൾക്ക് അങ്ങനെയല്ല. വലിയ രീതിയിൽ കോംപ്ലിമെന്റ്സ് ഒന്നും അവിടെ നിന്ന് കിട്ടണം എന്നില്ല. പക്ഷെ അവരത് ആഗ്രഹിക്കുന്നുണ്ടാവും. നമ്മൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ ജസ്റ്റ് അവരെ കാണുന്ന സമയത്ത് നീ ഭയങ്കര ഹാൻസം ആയിട്ടുണ്ടല്ലോ, അത്രേ ഉള്ളൂ. ആ ദിവസം അവർക്ക് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ കോംപ്ലിമെന്റ്സ് ഒക്കെ കിട്ടണം, ആ ഒരു ഫീലൊക്കെ ഉണ്ടാവണം എന്നുള്ളത് അവരും ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. നമ്മളത് പറയാറില്ല എന്ന് മാത്രം. അപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന ആളല്ലേ, അവരെ നമ്മളാണ് പുകഴ്ത്തേണ്ടത്, അവരെ നമ്മളാണ് എങ്ങനെ ഈ ഒരു ഹാപ്പിനെസ് ഒക്കെ നമ്മളെ കൊടുക്കേണ്ടത്. അപ്പോൾ കോംപ്ലിമെന്റ്സ് ഒക്കെ ചെറിയ രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുക, നല്ലതാണ്. ബിക്കോസ് അവരും ആഗ്രഹിക്കുന്നുണ്ടാവും ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കോംപ്ലിമെന്റ്സ് ഒക്കെ. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് അവരെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഇപ്പൊ ഈ ഒരു റെസ്പെക്ട് എന്ന് പറയുന്നത് ബോയ്സ് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ബഹുമാനത്തോടു കൂടി പെരുമാറുക എന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുന്ന സമയത്ത്, നിങ്ങൾ മാത്രമാവുന്ന സമയത്ത് ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയാം. അപ്പം നിങ്ങൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഒരു വലിയ വഴക്കിലേക്ക് പോകണം എന്നല്ല, എങ്കിലും ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തുറന്നു പറയാം. പക്ഷേ മറ്റുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ അവരോട് റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ പെരുമാറരുത്. അത് അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇപ്പോൾ നമ്മൾ കുറച്ചാൾ കൂടി നിൽക്കുന്ന സമയത്ത് വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ തന്നെ, ഇവനിങ്ങനെ ഭയങ്കര മോശമായിട്ടൊരു ക്യാരക്ടർ ഉണ്ട്, എന്ത് പറഞ്ഞാലും ഒന്നിനും സമ്മതിക്കില്ല, എപ്പോഴും ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തുകയാണ്, അല്ലെങ്കിൽ ഇവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയുന്ന സമയത്ത് അവർക്ക് തീരെ ഇഷ്ടപ്പെടില്ല. അതായത് നമ്മൾ പറയില്ല ഇപ്പം തന്നെ അങ്ങോട്ട് ഭൂമി രണ്ടായി പിളർന്നുള്ളിലേക്ക് പോയാൽ മതിയായിരുന്നു എന്ന് പറയല്ലോ, അത്തരം ഒരു ഫീലാണ് അവർക്ക് ഉണ്ടാവുക. അതിപ്പോൾ അവർക്ക് എന്ന് പറയുന്നില്ല, നമ്മളെ ആണെങ്കിൽ കൂടി കുറെ ആളുകളുടെ മുമ്പിൽ വെച്ച് കളിയാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സെയിം കാര്യം തന്നെയാണ് ബോയ്സിനൊക്കെ കുറച്ചുകൂടി കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ബിക്കോസ് ഈ ഒരു റെസ്പെക്ട് എന്ന് പറയുന്നത്, അതേപോലെ സൊസൈറ്റിയിൽ ഒരു നല്ല ഇമേജ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും നിങ്ങൾ അവരോട് ബഹുമാനമില്ലാതെ സംസാരിക്കരുത്. റെസ്പെക്ട് എപ്പോഴും അവർക്ക് കൊടുക്കുക. അതിപ്പോൾ ബാക്കിയുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നുള്ളതല്ല, എപ്പോഴും നമ്മൾ റെസ്പെക്ട് ചെയ്യുക. നമ്മൾ സ്നേഹിക്കുന്ന ആളാണ്, നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. മാത്രമല്ല നമ്മൾ അങ്ങോട്ടും കൊടുത്താലും ഇങ്ങോട്ടും കിട്ടുള്ളൂ. നമ്മൾ 4 ആളുടെ മുമ്പിൽ വെച്ച് അവരെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ 10 ആളുടെ മുമ്പിൽ വെച്ച് നമ്മളെ പറയും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും നമ്മൾ റെസ്പെക്റ്റോട് കൂടിയിട്ട് കാണാനും പെരുമാറാനും ശ്രമിക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾ മൈൻഡിൽ വെക്കുക എന്നുള്ളതാണ്. ഇന്ന് എഴുതിയ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കണം എന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കുഞ്ഞു കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അത് അവർക്ക് ഭയങ്കര സന്തോഷം നൽകും. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അതായത് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു ഫീൽ അവർക്ക് വരും. അത് വേണം. ഇപ്പോൾ അവർ നിങ്ങളത്തെ പറഞ്ഞു എന്ന് വിചാരിക്കുക, എനിക്ക് ഇങ്ങനെ ഒരു സാധനം വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളത്. ഇതൊക്കെ അവരുടെ വായിൽ നിന്ന് എപ്പോഴെങ്കിലുമൊക്കെ യാദൃശ്ചികമായിട്ട് വീഴുന്ന കാര്യങ്ങളാണ്. നമ്മൾ പെൺകുട്ടികൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് അത് വാങ്ങണം, ഇത് വാങ്ങണം, എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം. നമ്മളിങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ പറയും. പക്ഷെ അവരങ്ങനെ പറയില്ല. പൊതുവെ ആൺകുട്ടികൾ അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊന്നും ഭയങ്കരമായിട്ട് പുറത്ത് പറയുന്നവരൊന്നും ആയിരിക്കില്ല. എപ്പോഴെങ്കിലുമൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവരുടെ വായിൽ നിന്ന് വന്നാലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. ഞാൻ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആളുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ മൈൻഡിൽ വയ്ക്കും, അപ്പം ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് എനിക്ക് പറ്റുമ്പോൾ ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട്. അത് അവർക്ക് കിട്ടുന്നൊരു സന്തോഷമാണ്. നമ്മളങ്ങനെ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ഭയങ്കര ഹാപ്പി ഫീൽ ചെയ്യും. അത് കാണുമ്പോൾ നമുക്കും മനസ്സ് നിറയുമെന്ന് പറയുമല്ലോ, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പം അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നിങ്ങൾ മൈൻഡിൽ വെക്കുക. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓർത്ത് വെക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കും. അത് വേറൊന്നുമല്ല, നിങ്ങളുടെ അറ്റൻഷൻ കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം എന്നൊരാഗ്രഹം ഉണ്ടാവും.
അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇങ്ങനെ ഓർമ്മയിൽ വെക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ അപ്പുറത്തേക്ക് കുറേ കാര്യങ്ങളുണ്ട്. അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ മതി. ഒരു 5-6 പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വെക്കണം. എന്നിട്ട് ആ രീതിയിലൊന്ന് പെരുമാറുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഗേൾസ് ഒക്കെ വളരെ സിമ്പിൾ എന്ന് വിചാരിച്ചിട്ട് തള്ളിക്കളയുന്ന അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാത്ത കാര്യങ്ങളാണ്. പക്ഷെ ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പെരുമാറിയാൽ മതി. ഇപ്പം നമ്മൾ ഗേൾസിന് ഒത്തിരി ആഗ്രഹങ്ങളില്ലേ, നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം, സ്നേഹത്തോടെ സംസാരിക്കണം, ഇങ്ങനെയൊക്കെ കുറച്ച് സമയം നമ്മുടെ ഒപ്പം സ്പെൻഡ് ചെയ്യണം, ഇങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ടല്ലോ. ഇത് അവർ വിട്ടുകളയുന്ന കാര്യങ്ങളാണ്. അതായത് ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ വിട്ടുകളയുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കാര്യങ്ങളാണ്. അതേപോലെ തന്നെയാണ് ബോയ്സ് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതാണ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ അത് വിട്ടുകളയുന്നു എന്നുള്ളത് അത് നമ്മുടെ ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടൊന്ന് ബിഹേവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തിരിച്ചും അവർ അതേപോലെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നോക്കി പെരുമാറാൻ ശ്രമിക്കും. അങ്ങനെ ആകുമ്പോഴല്ലേ ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി മനോഹരമായിട്ട് കളർഫുള്ളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ എന്തായാലും എല്ലാവരും പരസ്പരം സ്നേഹിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടങ്ങളൊക്കെ ഷെയർ ചെയ്യുക, ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കുക, അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കുക. അതെല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ അധികം വൈകാതെ തന്നെ കാണാം. താങ്ക്